ഹലോ. അപ്പോൾ നമുക്കിന്നൊരു സെൻറ്റാങ്കിൾ ആർട്ട് ട്രൈ ചെയ്താലോ? അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ളൊരു സെൻറ്റാങ്കിൾ ആർട്ടിൽ നിന്നാണ്. കാരണം എനിക്കെന്തോ പൂക്കളോടൊരു പ്രത്യേക തരം ഇഷ്ടമാണ്. അപ്പോൾ ഇതിലെ പൂവ് വരയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. കാരണം ചെറിയ ചെറിയ സർക്കിൾസ് ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് ഈ പൂവ് എത്ര വലുത് വേണോ അതിനനുസരിച്ച് ഇങ്ങനെ സർക്കിൾസ് വരയ്ക്കാം. ഇനിയൊരു വലിയ പൂവ് വരയ്ക്കുക, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടിയാൽ മതി. ബാക്കി പാറ്റേണൊക്കെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരയ്ക്കുക, അതിന് ചുറ്റും ഇങ്ങനെ ഇങ്ങനെ സർക്കിൾസ് വരച്ച് പോവാം. നല്ല രസമാണ് ചെയ്യാൻ. പിന്നെ നമുക്കിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല, നമുക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചെയ്തു പോവാം. പിന്നെ ഇതിൻ്റെ ഈ ആർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്ട്രെസ്സ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് പറയുക. ശരിയാണ്, ഇത് ചെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മളിതിന് ബോർഡർ വരച്ച് ഉള്ളിൽ ഇതുപോലെ ഫുൾ കളർ ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ CD മാർക്കറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് കുറേ ടൈം എടുത്ത് വരയ്ക്കുമ്പോൾ പിന്നെ ആ പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നോർമൽ മാർക്കർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട് CD മാർക്കർ നല്ലതായിരിക്കും, കാരണം പോയിൻറ്റഡ് അല്ല, അപ്പോൾ നമുക്ക് വരയ്ക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഇത് കണ്ടോ, കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു. കാരണം ഇത് വരച്ച് കംപ്ലീറ്റ് ആക്കാൻ അത്യാവശ്യം ടൈം എടുത്തു. പിന്നെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നോർമൽ മാർക്കർ യൂസ് ചെയ്ത് നന്നായി ചെയ്ത് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.